എന്ത് സമീപനം അവരെടുത്തിരുന്നത്? ഇവിടെ വലിയ ബഹളം ഉണ്ടായത് അതിനല്ലേ, സമരം ഉണ്ടായത് അതിനല്ലേ. ആ നയം മാറിയില്ലേ? ആ നയം മാറി. അപ്പോൾ ഇവിടെ നയമാറ്റം സംഭവിച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ്. പണ്ടേ അവർ ഈ കാര്യത്തിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക്, പോസിറ്റീവ് നിയം പറയുന്നില്ല, ഒരു ഗിവ് ആൻഡ് ടേക്ക് സമീപനം എടുത്തിരുന്നെങ്കിൽ കേരളം ഇന്ന് എവിടെയോ എത്തുമായിരുന്നു. എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിഷയത്തിൽ അവരുടെ സമീപനം നെഗറ്റീവായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പോസിറ്റീവ് ആണ് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റം അവർക്കാണ്. അതൊന്നും ഇന്ന് ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല, ഇന്ന് ആ വക ചർച്ചകളൊന്നും ഉണ്ടായിട്ടേ ഇല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ളതാണല്ലോ, അതാണ് തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത്. മറ്റാലോചനകളൊന്നും ഇപ്പം ഉണ്ടായിട്ടില്ല. 27-ാം തീയതി UDF ഉണ്ട്, 27-ന് UDF ഉണ്ട്. സ്വാഭാവികമായി ഉദയകക്ഷി ചർച്ചയും നടക്കും, UDF ആയിട്ടുള്ള ആലോചനകളും നടക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യും. UDF വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും. സ്ഥാനാർത്ഥിത്വ നിർണയത്തിന്റെ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. ഇപ്പം അത് ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല, പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗമല്ല അത്. മതസംഘടനകളും സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു യോഗം തങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കപ്പാസിറ്റിയിൽ അതിൻ്റെ ചെയർമാൻ എന്നുള്ള ആൾക്ക് വിളിച്ചു കൂട്ടും. സാമുദായിക സംഘടനകളുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന സൗഹാർദ്ദ വേദി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആർക്കെങ്കിലും 3 ടേമിൽ ഇളവ് കൊടുത്തു? കഴിഞ്ഞ ആർക്കും കൊടുത്തില്ലായിരുന്നു, പക്ഷെ നിയമസഭയിൽ ഒരാളും കൊടുത്തു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പം നിലവിലുള്ള സ്ഥിതിഗതികൾ ആണ് കഴിഞ്ഞ ദിവസം തങ്ങൾ എടുത്ത് പറഞ്ഞത്. മറ്റ് നിയമസഭയോ അല്ലെങ്കിൽ മറ്റൊന്നും ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിട്ടില്ല, ഇന്ന് വന്നിട്ടില്ല. എന്താ പറഞ്ഞത്? അല്ല, അതെ, അതിപ്പോൾ നമ്മൾ ആലോചിക്കാത്തൊരു വിഷയങ്ങൾ ചോദിച്ചാൽ ഇപ്പോൾ പ്രസക്തിയില്ല. അതിൻ്റെ അത് പിന്നെ ഈ നിലവിൽ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തു. ആ വിഷയത്തിലേക്ക് ചർച്ച പോയിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം അസംബ്ലി സീറ്റുകൾ ഏതൊക്കെ പാർട്ടികൾ എന്നുള്ളത് ആലോചനക്ക് വന്നിട്ടില്ല, സീറ്റ് വിഭജനം വന്നിട്ടില്ല. ആയിരം അതിന് കൂടുതൽ മറുപടി പറയേണ്ട ആവശ്യമില്ല. അപ്രസക്തമായ ചോദ്യം. അങ്ങനെ ഒരു വിഷയം തന്നെ ആലോചനക്ക് പോലും വന്നിട്ടില്ല. അതല്ലാതെ സ്വാഭാവികമായി തന്നെ ബുദ്ധിശൂന്യതയാണ്. ഇപ്പം ഉണ്ടോ അങ്ങനെ ഒരു വിഷയം ആലോചിക്കൽ? അന്തരീക്ഷത്തിൽ നിർത്തിട്ട് സീറ്റുകളുടെ കാര്യമൊന്നും ആലോചിക്കുന്ന ഒരു വിഷയവും വന്ന് എല്ലാവർക്കും അറിയാലോ. ഒരു രാഷ്ട്രീയ പാർട്ടി എപ്പോൾ ആലോചിക്കുന്നുണ്ടാവും? ആരും എത്തിയില്ല. കോൺഗ്രസ് ലീഡർഷിപ്പിൽ ലീഗാണ്. സ്വാഭാവികമായിട്ട് ലീഗ് കോൺഗ്രസ് ബന്ധത്തിലൊക്കെ പഴയതുപോലെയുള്ള ഒരു ഊഷ്മളത ഇപ്പോൾ ഉണ്ടോ? കോൺഗ്രസ് നേതൃത്വം കുറച്ചുകൂടി ലീഗിനെ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ടതല്ലേ? പരിഗണിക്കുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. അങ്ങനൊന്നുമില്ല. ഇപ്പോൾ പരസ്പര സഹായം എന്ന് പറഞ്ഞത് പരസ്പരമുള്ള ശാക്തിക ബന്ധങ്ങളുടെ പിന്നെ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതല്ലേ. അപ്പോൾ ഇതിലൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ലീഗും കോൺഗ്രസും തമ്മിൽ എല്ലാ കാലത്തുണ്ട്. അതിൽ പരിഗണനക്കുറവൊക്കെ ഞങ്ങളോട് വരും എന്നൊരു തോന്നലേ ഞങ്ങൾക്കില്ല. അതൊന്നും അങ്ങനത്തെ ആശങ്കകളൊന്നും ലീഗിനില്ല. ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ ലീഗ് നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാൻ വേണ്ടിയാണ് യോഗം ചേർന്നത്. ശശി തരൂർ വിവാദം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അതുപോലെ തന്നെ CPM-നെയും രൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ്. ഇടതുമുന്നണി എല്ലാ വിഷയത്തിലും എടുത്തിരുന്ന സമീപനം അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നയമാറ്റം സംഭവിച്ചത് ഇടതുപക്ഷത്തിനാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം.